സ്റ്റാർവേജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കറിയാം, ലോക്ക്ഡൌൺ ഒക്കെ ആയതിനു ശേഷം നമ്മുടെ KSEBയുടെ ക്യാഷ് കൗണ്ടർ തുറന്നിട്ടില്ല. വളരെ ചുരുക്കം ചില ആൾക്കാർ ഓൺലൈനിലും അക്ഷയയിലൊക്കെ ആയിട്ട് കറണ്ട് ബില്ല് അടച്ചിട്ടുണ്ട്. എന്നാൽ ഭൂരിഭാഗം വരുന്ന ആൾക്കാർ കറണ്ട് ബില്ല് അടയ്ക്കാനാണുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഈ വരുന്ന തിങ്കളാഴ്ച 4-ാം തീയതി KSEBയുടെ ക്യാഷ് കൗണ്ടർ തുറക്കും. അപ്പോൾ ക്യാഷ് കൗണ്ടർ തുറക്കുമ്പം വളരെ ഒരു തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ തിരക്ക് കുറയ്ക്കാനായിട്ട് KSEB പുതിയ ക്രമീകരണം നടത്തിയിട്ടുണ്ട്. ആ ക്രമീകരണം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം നിങ്ങൾ കറണ്ട് ബില്ല് അടയ്ക്കാൻ പോവുക. അതായത് ഈ വരുന്ന തിങ്കളാഴ്ച 4/5/2020 കൺസ്യൂമർ നമ്പറിൻ്റെ അവസാനത്തെ അക്കമായ 0 അവസാനിക്കുന്നവർക്ക് കറണ്ട് ബില്ല് അടയ്ക്കാം. ഈ കൺസ്യൂമർ നമ്പറിൽ നിങ്ങളുടെ കറണ്ട് ബില്ല് അല്ലെങ്കിൽ നിങ്ങളുടെ മീറ്ററിൻ്റെ അവിടെ എഴുതിയിട്ടുണ്ടാവും. ആ കൺസ്യൂമർ നമ്പറുടെ അവസാനം 0 അവസാനിക്കുന്നവർക്ക് 4/5/2020 കറണ്ട് ബില്ല് അടയ്ക്കാം. 5-ാം തീയതി ചൊവ്വാഴ്ച 1 അവസാനിക്കുന്നവർക്കും, അതുപോലെ തന്നെ 6-ാം തീയതി ബുധനാഴ്ച 2 അവസാനിക്കുന്നവർക്കും, 7-ാം തീയതി 3 അവസാനിക്കുന്നവർക്കും, 8-ാം തീയതി 4 അവസാനിക്കുന്നവർക്കും, അതേപോലെ തന്നെ പിന്നെ അടുത്ത തിങ്കളാഴ്ച വരുമ്പോൾ പിന്നെ ഞായറാഴ്ച ലീവാണ്, ഞായറും ശനി ലീവാണ്. അപ്പോൾ അടുത്ത തിങ്കളാഴ്ച വരുമ്പോൾ 11-ാം തീയതി കൺസ്യൂമർ നമ്പറുടെ അവസാനം 5 അവസാനിക്കുന്നവർക്ക്, 12-ാം തീയതി കൺസ്യൂമർ നമ്പറുടെ അവസാനം 6 അവസാനിക്കുന്നവർക്ക്, 13-ാം തീയതി കൺസ്യൂമർ നമ്പറുടെ അവസാനം 7 അവസാനിക്കുന്നവർക്ക്, 14-ാം തീയതി കൺസ്യൂമർ നമ്പറുടെ അവസാനം 8 അവസാനിക്കുന്നവർക്കും, 15-ാം തീയതി ലാസ്റ്റ് കൺസ്യൂമർ നമ്പറുടെ അവസാനം 9 അവസാനിക്കുന്നവർക്കുമാണ് കറണ്ട് ബില്ല് അടക്കാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു പുതിയ നിയന്ത്രണമാണ് KSEB കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കൺസ്യൂമർ നമ്പറുടെ അവസാനം ഏത് നമ്പറാണോ അതനുസരിച്ചിട്ട് നിങ്ങൾ കറണ്ട് ബില്ല് അടയ്ക്കാൻ പോവുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ, അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.